1991 ബാബു ആന്റണിക്ക് മലയാളത്തിൽ 4 ചിത്രങ്ങളാണ് ഉണ്ടായിരുന്നത്. 6ഓളം അന്യഭാഷ ചിത്രങ്ങളിലും ഇതേ വർഷം ബാബു ആന്റണി എത്തിയിരുന്നു. ആർ ചന്ദ്രു സംവിധാനം ചെയ്ത കുറ്റപത്രമായിരുന്നു 91 ബാബു ആന്റണിയുടെ ആദ്യത്തെ റിലീസ്. ഫെബ്രുവരി 22 തിയേറ്ററിലെത്തിയ ഈ ചിത്രത്തിൽ സുരേഷ് ഗോപിയായിരുന്നു നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ഈ ചിത്രത്തിൽ വിക്കി എന്ന കഥാപാത്രമായാണ് ബാബു ആന്റണി എത്തിയത്. ചിത്രം തിയേറ്ററിൽ പരാജയമായിരുന്നു. ടി.എസ്. സുരേഷ് ബാബു സംവിധാനം ചെയ്ത കൂടിക്കാഴ്ചയായിരുന്നു ബാബു ആന്റണിയുടെ അടുത്ത റിലീസ്. കലൂർ ഡെന്നിസ് തിരക്കഥയൊരുക്കിയ ഈ ചിത്രം തിയേറ്ററിലെത്തിയത് ജൂൺ 27 വില്യംസ് എന്ന കഥാപാത്രത്തെയാണ് ബാബു ആന്റണി ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചത്. ജയറാം, ജഗദീഷ്, സുകുമാരൻ, ഉർവശി തുടങ്ങിയവരായിരുന്നു മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ ചിത്രം തിയേറ്ററിൽ ഭേദപ്പെട്ട പ്രകടനമായിരുന്നു നടത്തിയത്. ഓഗസ്റ്റ് 2 തിയേറ്ററിലെത്തിയ അപരാഹ്നമായിരുന്നു 91 ബാബു ആന്റണിയുടെ മൂന്നാമത്തെ റിലീസ്. എം.പി. സുകുമാരൻ നായർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ബാബു ആന്റണി കേന്ദ്ര കഥാപാത്രമായെത്തി. മികച്ച നിരൂപക പ്രശംസ ലഭിച്ച ഈ ചിത്രം പക്ഷേ തിയേറ്ററിൽ പരാജയപ്പെട്ടു. എ. ശ്രീകുമാർ സംവിധാനം ചെയ്ത സുരേഷ് ഗോപി ചിത്രം ചക്രവർത്തി ആയിരുന്നു 91 ബാബു ആന്റണിയുടെ അവസാനത്തെ മലയാളം റിലീസ്. നവംബർ 29 തിയേറ്ററിലെത്തിയ ഈ ചിത്രത്തിൽ എഡ്വിൻ എന്ന കഥാപാത്രത്തെയാണ് ബാബു ആന്റണി അവതരിപ്പിച്ചത്. ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. മലയാളത്തിലെ ഈ 4 ചിത്രങ്ങൾക്ക് പുറമെ 91 ബാബു ആന്റണി തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലായി 6ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചിരുന്നു.